എത്ര കല്യാണാലോചന വന്നതാ ചേട്ടന്? എന്റെ ആ കൂട്ടുകാരി രമണിയുടെ കല്യാണം വന്നതല്ലേ? ആരേ രമണി? ഞാൻ അതുവരെ കേട്ടില്ലല്ലോ. അപ്പച്ചിയുടെ കൂട്ടുകാരത്തി. അല്ല, ഈ രമണിയെ കുറിച്ചൊന്നും നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്ത് പറയാനാ? നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, അതവിടെ തീർന്നു. കല്യാണം ഉറപ്പിച്ചു പോയതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിയതല്ലേ? ഓ, അങ്ങനെയാന്നല്ലേ? എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല. പുഷ്പേ, പുഷ്പേ, മാർക്ക് ചേച്ചി വിഷമായ വെറുതെ എന്റെ പുറകെ വരാൻ നിൽക്കണ്ടേ. ചേച്ചിക്ക് വിഷമായെങ്കിൽ ചേച്ചിനെ തല്ലിക്കോ. ചേച്ചി തല്ലിക്കോ. ചേച്ചിനെ തല്ലാൻ കയ്യോങ്ങി എന്തിനാ? എന്താടി ചേച്ചിനെ തല്ലാൻ തല്ലി? എന്താണ് ഇവിടെ തല്ലിയ? ഞാൻ പറഞ്ഞ അമ്മ വിശ്വസിക്കോ? പോയാടുന്ന് കേട്ടാ വെറുതെ അല്ല പിള്ളേർ ഇങ്ങനെ ആയി പോയത്. പറഞ്ഞു നീ എങ്ങോട്ടാടി കേറി പോകുന്നത്? കുറെ ആയി സഹിക്കുന്നു. നിന്റെ നാവടക്ക് നീ അകത്ത് വെച്ചോണം. എന്റെ പുന്നാരി അനിയത്തി എന്റെ കൂടെ അല്ലേ ജീവിച്ചോണ്ടിരുന്നത്? അന്നത്തെ നിന്റെ ലീലാവിലാസങ്ങൾ മുഴുവൻ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. അന്ന് എനിക്ക് പറയാണ്ട് കുറെ കാര്യങ്ങൾ. അവിടെ നിനക്കെന്ത് പറയാൻ? അതെ അമ്മേ, അച്ഛന്റെ കട്ടിലടിന്ന് പണ്ട് കഞ്ചാവിന്റെ ബീഡി കിട്ടി ഓർമ്മയുണ്ട് അമ്മയ്ക്ക്? അത് അച്ഛൻ മരിച്ചതല്ല, ഈ ചേട്ടൻ വലിച്ചു വിട്ടതമ്മേ. അങ്ങനെയാണ് എനിക്ക് പറയാനുണ്ട്. അമ്മ ഇവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആഴ്ച തോറും അമ്മയുടെ പട്ടുസാരി മോഷണം പോകുമായിരുന്നല്ലോ. അത് നമ്മുടെ വേലക്കാരി എടുത്തോണ്ട് പോയതല്ലേ? വേലക്കാരി എടുത്തോണ്ട് പോയതല്ല, ഇവിടെ കൊണ്ടുപോയി സ്കൂളിൽ മറച്ചു വെച്ചോണ്ടിരുന്നതാ. അങ്ങനെയാണെങ്കിൽ വേറെ കാര്യം പറയാണ്ട്. ചേച്ചി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ചേട്ടൻ എന്നും ലേറ്റ് ആയിട്ട് സ്കൂളിൽ ഇന്ന് വരാറുണ്ടായിരുന്നത്. അതെന്തിനാണെന്നറിയോ? അമ്മയ്ക്കറിയോ അതെന്തിനാണെന്ന്? ചെവിന്ന് കുത്തി പിടിച്ചടാ. ഈ ചേട്ടൻ എന്നും അവിടെ ഒരു അവകൾ സിനിമ കാണാൻ പോകുമായിരുന്നു. അതേത് സിനിമയാടി? ഞാൻ കണ്ടിട്ടില്ലല്ലോ. അച്ഛമ്മ ഇത് പണ്ടത്തെ ഒരു ഏപ്പടാ. അയ്യോ, അച്ഛമ്മക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതല്ലേ? എന്നാ നിങ്ങൾ എല്ലാരും കേട്ടോ, ഇവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും കട്ടിലെ കിടന്നു കൊള്ളുമായിരുന്നു. എന്നാലേ എനിക്ക് വേറൊരു കാര്യം പറയാണ്ട്. നിങ്ങളുടെ ഈ പുന്നാര മോനില്ലേ, അവന് കോളേജില് സപ്ലി ഉണ്ട്. സോറി മോനെ, അപ്പച്ചിക്ക് വേറൊന്നും പറയാൻ കിട്ടിയില്ല. ഇങ്ങോട്ട് വന്നടാ, ഇവിടെ പാടാ. നിനക്ക് സപ്ലി ഉണ്ടോടാ? ഒരു ചെറുത് 6 എണ്ണം ചെറുത് അല്ലേ? അവനെന്തിനു പറയണം? അത് അച്ഛൻ നന്നാവണം, എന്നാലും മോൻ നന്നാവുള്ളോ? എനിക്കെന്താടി കുഴപ്പം? ശരിയാക്കി തരും. ഇതിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തോളി വന്ന്. നിങ്ങളുടെ മോനെ നന്നാക്ക്. നാണമില്ലടാ നിനക്ക്, നാണമില്ല ഈ പിള്ളേരുടെ താന്തയ്ക്ക്. മക്കളും ഉണ്ട്. നിന്നെ നീ ഇവിടെ വന്നിട്ടേ എനിക്ക്